കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ തമ്മിൽ എന്താ വല്ല വഴക്കോ മറ്റോ ആണോ? വഴക്കോ? അങ്ങനെയൊന്നുമില്ല മോളെ. കള്ളം പറയാൻ നോക്കണ്ട. ബഹളം അങ്ങ് താഴെ വരെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് വാതിലി മുട്ടുന്ന? അതെ, ഇവനുണ്ടല്ലോ, ഇവന്റെ വികൃതി സഹിക്കാൻ വയ്യ. ഇവനെ വഴക്ക് പറഞ്ഞതാ. ഓരോ പ്രശ്നമായിട്ട് വന്നോളും. ഇവൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയപ്പോ ഞാൻ രണ്ടെണ്ണം പറഞ്ഞതല്ലേ. അതല്ല, ഇതിനിടയ്ക്ക് ശ്രേയയുടെ ശബ്ദവും കേട്ട പോലെ തോന്നിയല്ലോ. ശ്രേയോ? അതിന് ശ്രേയ ഇവിടുന്ന് പോയില്ലേ? അവളുടെ ശബ്ദം എവിടുന്ന് കേൾക്കാനാ? അവൾ ഇറങ്ങിപ്പോയ കഥ എനിക്കും അറിയാം അച്ഛമ്മേ. വീണ്ടും എങ്ങാനും തിരിച്ചു വന്നോന്നറിയാൻ. അവൾ എവിടുന്ന് തിരിച്ചു വരാനാ മോളെ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? നാണം കെടുത്തുന്ന ഇടപാടുണ്ടാക്കിയിട്ട് ഏത് മുഖമായിട്ട് അവള് തിരിച്ചു വരിക? അവൾ ഇനി തിരിച്ചു വരൂന്ന് വിചാരിക്കേ വേണ്ട. നീ പോയിക്കോ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഭഗവാനെ, ശ്രേയ വന്നിട്ടില്ലെന്ന് എന്തിനാ അവളോട് കള്ളം പറഞ്ഞേ? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനാടി അവളോട് പറയാ? ശ്രേയ വന്നൊന്നും പറഞ്ഞ് അവൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലോ? അതെല്ലേ, ഊർമിളയോട് പോലും പറയാൻ പറ്റാത്ത കാര്യം പിന്നെ എങ്ങനെ ഇവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കി പറയുന്നേ? പറയാൻ ധൈര്യം കാണില്ല. അതിന് കാരണമുണ്ട്. അവള് ചെയ്ത തെറ്റ് മനസ്സുകൊണ്ട് അമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. കൊച്ചുമോളോടുള്ള സ്നേഹത്തിന് ഓരോന്നും പറയുന്നേ ഉള്ളൂ. ധൈര്യമായിട്ട് ആരുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റില്ലമ്മേ. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം തന്നെ അച്ഛമ്മയല്ലേ? അച്ഛമ്മ ലാളിച്ച ചേച്ചി ഇങ്ങനെ വഷളായത്. ഇനിയും അങ്ങനെ ചെയ്യാതിരുന്നൂടെ? മിണ്ടിപ്പോരുത് അമ്മേ. ഇനി എന്തായാലും മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവൾ എന്റെ മോള് തന്നെയാ. എന്നാലും ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടി എടി സുലേഖേ, എവിടെ പോവാടി? നിക്കടി അവിടെ. എടി സുലേഖേ, ഇറങ്ങി വാടി. നിക്കടി. എടി സുലേഖ, നിക്ക സുലേഖേ. സുലേഖേ, അവളെ വിടടി. അവൻ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിടടി. എടി നിന്നോട് നിർത്താൻ പറഞ്ഞു. അച്ഛമ്മേ വിടച്ചമ്മേ. അച്ഛമ്മേ നിന്നോട് ഞാനാ പറയുന്നത്. സുലേഖേ വിടടി. അകത്ത് പറഞ്ഞ കേൾക്കില്ലല്ലേ? അവിടെ കിടന്നോളും രണ്ടുപേരും. ഞാൻ പറയുന്നവരെ അവിടെ അമ്മ മര്യാദക്ക് വാതിൽ തുറക്ക. വാതിൽ തുറക്കാൻ ശ്രേയനെ കൂട്ടിക്കൊണ്ട് പോവല്ലേ അച്ഛമ്മേ? വൈദേഹി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കല്ലേ? വാതില് തുറക്കച്ചമ്മേ, വാതില് തുറക്ക്. എടാ മാധവ, ഇനി നീ അതോർത്ത് പേടിക്കണ്ട. നിന്റെ അച്ഛമ്മ എന്തൊക്കെ മലക്കം മറിഞ്ഞാലും ശ്രേയ ആരുടെ മുന്നിലും കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല. നിന്റെ അച്ഛമ്മയ്ക്കറിയാം, ഇവിടെ ഉള്ളവരിനി ശ്രേയയെ നേരിട്ട് കണ്ട ആ നിമിഷം കൊന്നുകളയും. ഇനി വൈദേഹിയുടെ കല്യാണം മുടക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല.
എന്താ മോനെ നോക്കുന്നേ? ഒന്നുമില്ലമ്മേ. നീ എന്ത് ഇതുവരെ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല അമ്മേ. ഈ സന്തോഷത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല മോനെ. പിന്നെ എങ്ങനെ നിനക്ക് ഉറക്കം വരിക അല്ലേ? എത്ര കാലായി നിന്നിങ്ങനെ സന്തോഷായിട്ട് കണ്ടിട്ട്. സത്യം പറഞ്ഞ ഓർമ്മ തന്നെയില്ല. സങ്കടങ്ങളൊക്കെ മനസ്സിലൊതുക്കി നീ എത്രമാത്രം പെടഞ്ഞിട്ടുണ്ടാവും അമ്മയ്ക്ക് മനസ്സിലാവും. സാരല്ല, അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ. ഇനി നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അങ്ങനെയല്ല മോനെ. നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും എനിക്കൊന്നും ചെയ്യാനാവാതെ പോയില്ലേ? എന്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടായിരിക്കും ആ ദൈവം തന്നെ ഇങ്ങനൊരു മാർഗം കാണിച്ചു തന്നത്. എന്തായാലും നിനക്കും വൈദേഹിക്കും ഒന്നിക്കാൻ പറ്റിയല്ലോ. എനിക്കും അത് മതി മോനെ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അച്ഛമ്മ? ദേവന്റെ അമ്മയുടെ അടുത്തേക്ക്. കൊച്ചു കുട്ടിയല്ലേ, തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണേന്ന് പറഞ്ഞ് അവിടെ കാലിലോട്ട് സാഷ്ടാംഗം വീഴണം. വലിയ ആൾക്കാരല്ലേ, കാല് പിടിച്ച കാര്യം നടക്കും. കണ്ടില്ലെന്നൊന്നും ഭാവിക്കില്ല. വാ. ശരിയമ്മേ. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഇനി ഒരു പക്ഷേ പോയ ശ്രേയ വീണ്ടും തിരിച്ചു വന്നാൽ? എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് തന്റെ ചേച്ചീന് രണ്ടാം കെട്ട് കെട്ടുക എന്ന് പറഞ്ഞ് അവള് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ അമ്മയ്ക്ക് അതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? നല്ല നേരത്താ ചോദ്യം. ഇപ്പൊ കൗസല്യ എന്ത് ഉത്തരം പറയൂന്ന് കേക്കാം. അവക്കൊന്നും പറയാനുണ്ടാവില്ല. പറയാമേ. ഇപ്പൊ ശ്രേയ നേരിട്ട് വന്ന് ചോദിച്ചാ അമ്മ എന്ത് മറുപടിയാ പറയാ? ചോദിക്കില്ലടാ. അവള് ചോദിച്ച എന്ത് മറുപടി പറയും? ചോദിക്കില്ല. ചോദിക്കാൻ അവസരം കൊടുത്തിട്ട് വേണ്ടേ? അവളെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ട കഷ്ണം കഷ്ണമായി മുറിക്കും ഞാൻ. എന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ മടിക്കില്ല. അമ്മേ. അതെ മോനെ. അവക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും എന്റെ മുന്നിൽ വന്നൊന്ന് നിന്ന് നോക്കട്ടെ. കാണിച്ചു കൊടുക്കാൻ ഞാൻ. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാറ്റി പറത്തിയിട്ട് എന്ത് ധൈര്യത്തിൽ അവള് വരും? വരുന്നെങ്കിൽ വരട്ടെ. കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞു കളയും ഞാൻ. സത്യത്തിൽ അവള് നമ്മളോട് ചെയ്ത ചതിക്ക് ആൾക്കാരെ വിട്ട് പിടിച്ചോണ്ട് വന്ന് കെട്ടിയിട്ട് കാലും കയ്യും തല്ലി ഒടിക്കാ വേണ്ടത്. എന്നാ എന്താ ഞാനത് ചെയ്യാത്തേന്നറിയോ? അവള് പോയത് കൊണ്ടാണല്ലോ ഒരു നന്മ നടക്കുന്നത്. അതുകൊണ്ടല്ലേ നീ ഇഷ്ടപ്പെട്ട വൈദേഹിയെ കല്യാണം കഴിക്കാൻ ഒരു അവസരം നിനക്ക് കിട്ടിയത്? അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കട. എവിടെങ്കിലും പോയി ചാവട്ടെ. ഇടി, എവിടെ പോവാടി? നിക്ക. ഇനി എന്ത് നിക്കാൻ? അച്ഛമ്മ ഇങ്ങോട്ട് വന്നേ. എവിടേക്കാടി? എന്താ നിന്റെ പ്രശ്നം? എവിടെ പോവാ? അവര് പറഞ്ഞത് കേട്ടില്ലേ? കഷ്ണം കഷ്ണമായിട്ട് മുറിക്കോ എത്ര? ഇനി ഞാൻ അവരുടെ മുന്നിലേക്കില്ല അച്ഛമ്മ. അല്ലച്ചമ്മ, വൈദേഹി ചേച്ചിയായിട്ട് കല്യാണോ? നീ ചെയ്ത തോന്നിവാസത്തിന്റെ ഫലമാ ഇത്. ഭാര്യയെ ഒന്നിച്ചിരുന്ന് ഈ ഹോമം ചെയ്യാൻ പാടുള്ളൂന്നല്ലേ അതിന്റെ ഇടയ്ക്കല്ലേ നീ ഇറങ്ങിപ്പോയത്? നിന്റെ അച്ഛനുണ്ടായ ബോധോദയവ ഈ അനാഥപിണ്ഡത്തിനെ പിടിച്ചു കൊടുക്കാൻ തോന്നിയത്. വൈദേഹിയെ സ്വീകരിക്കാൻ പറഞ്ഞ അവരുടെ കാല് പിടിച്ചു. കല്യാണമെന്ന് കേട്ടതും അവള് ചാടിത്തുള്ളി അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. കല്യാണമൊക്കെ അവിടെ നിക്കട്ടെ. എന്നാലും വൈദേഹി ചേച്ചിയും ദേവേട്ടനും എപ്പോഴാ പ്രണയിച്ചത്? അതേടി, നിന്നെ കാണുന്നതിന് മുമ്പ് അവൻ വൈദേഹിയാ പ്രേമിച്ചത്. അവര് രണ്ടുപേരും ആ കല്യാണം കഴിക്കാനിരുന്നത്. നിന്റെ ഭാഗ്യം നന്നായതുകൊണ്ടാ നിന്റെ കഴുത്താൽ അവൻ താലി കെട്ടിയത്.
ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര വലിയ സൗഭാഗ്യമാ പുറംകാലം കൊണ്ട് ചവിട്ടിയിട്ട് നീ ഇറങ്ങിപ്പോയത്. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചേച്ചി ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരവസരം കിട്ടാൻ അവള് കാത്തിരിക്കായിരുന്നില്ലേ? പിന്നെങ്ങനെയാടി സത്യം പറയാ? പോയത് പോട്ടെ, കാല് പിടിച്ച് അപേക്ഷിക്കാന്ന് വിചാരിച്ചപ്പോ ഈ കൗസല്യ ഇപ്പോ കണ്ടാ തന്നെ കഷ്ണമാക്കൂന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. ഇനി എന്താ ഇതിനൊരു പോംവഴിന്നറിയില്ലല്ലോ. അച്ഛമ്മേ, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ ഇനി ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആരാടിയത്? മറ്റാര്? നമ്മുടെ ത്യാഗത്തിന്റെ പ്രതിരൂപം വൈദേഹി. നിന്റെ തലയ്ക്ക് വല്ലതും പറ്റിയോടി? ദേവനെ കെട്ടാൻ ദിവാസ്വപ്നം കൊണ്ട് കാത്തിരിക്കുക അവള്. പിന്നെങ്ങനെയാ നിന്നെ അവൾ ഈ വീട്ടിലേക്ക് കയറ്റാൻ പോന്നെ? അതൊക്കെ നടക്കും അച്ഛമ്മേ. വൈദേഹി ചേച്ചി അച്ഛമ്മ വിചാരിക്കുന്ന പോലെ അത്ര സ്വാർത്ഥയും മോശപ്പെട്ടവളൊന്നും അല്ല. അത്രയ്ക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ദേവേട്ടനെ സ്നേഹിച്ച് ദേവേട്ടനെ കല്യാണം കഴിച്ച് എന്നെ ആ സ്ഥാനത്തേക്ക് ഒരിക്കലും പറഞ്ഞയക്കില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി ദേവേട്ടന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി സമ്മതിച്ചിരിക്കാനാണ് വഴി. ഞാൻ ചെന്ന് ക്ഷമ ചോദിച്ച് 4 തുള്ളി കണ്ണുനീര് പൊഴിച്ചാ മതി. ഈ കല്യാണത്തിന്റെ മോഹം പോലും ഉപേക്ഷിച്ച് എന്നെ ദേവേട്ടന്റെ അരികിലേക്ക് തിരികെ വിടും. എന്റെ അനിയത്തിയോട് ക്ഷമിക്കണേ ദേവേട്ടാന്ന് കാല് പിടിച്ച് അപേക്ഷിക്കും. വൈദേഹി ചേച്ചി ഒരു സെന്റിമെന്റൽ ഫൂളാ അച്ഛമ്മേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും അച്ഛന് വേണ്ടിയും പ്രത്യേകിച്ചും എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ചേച്ചി തയ്യാറാവും. എനിക്കറിയാം അച്ഛമ്മ. അച്ഛമ്മ വന്നേ. എവിടേക്കാടി? അമ്മേ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇവരവിടെ ചെന്ന് എന്താവോ പറയാൻ പോകുന്നേ? ശ്രേയ ചേച്ചി വന്നത് കാരണം വൈദേഹി ചേച്ചിയുടെ കല്യാണം വേണ്ടെന്നൊക്കെയോ? അവരാരോടും സംസാരിക്കാൻ പോകുന്നില്ല മോനെ. അങ്ങനെ സംസാരിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഊർമിള വന്നപ്പോ തന്നെ കാര്യം പറയില്ലായിരുന്നോ? നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കണ്ടേ? അതുവരെ എനിക്ക് ഈ ടെൻഷൻ മാറില്ല. ആരുമില്ലല്ലോ. എവിടെ പോയതാവും? അമ്മേ, അച്ഛൻ. ആ അച്ഛാ, അച്ഛാ. രാമേട്ടാ, അച്ഛാ കഥ തുറക്കച്ഛാ. രാമേട്ടാ ഈ വാതിലും തുറക്ക. അച്ഛാ കഥ തുറക്കച്ഛാ. അച്ഛാ കഥ തുറക്കച്ഛാ. അച്ഛാ. എന്താ സുലേഖ ഇത്? നിങ്ങളെന്താ അകത്ത്? ആരാ പുറത്തുനിന്ന് കുറ്റിയിട്ടെ? വേറെ ആരാ അച്ഛാ? ശ്രേയ ചേച്ചിയും അച്ഛമ്മയും ഞങ്ങളെ രണ്ടുപേരും അകത്താക്കി പുറത്തുനിന്ന് കുറ്റിയിട്ടു. എന്റെ അമ്മു, എന്തൊരു ചരക്കല്ലേ! ശ്രേയ തിരിച്ചു വന്നില്ലേ? വന്നു ചേട്ടാ. കഷ്ടകാല സമയത്തുണ്ടായ സന്തതി അതങ്ങനെ അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോവില്ലല്ലോ. എന്തിനാ തിരിച്ചു വന്നെന്ന് ചോദിച്ചപ്പോ രണ്ടാളും കൂടെ ഞങ്ങൾ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് പോയി കളഞ്ഞു ചേട്ടാ, അവരോട് സംസാരിക്കാൻ. അവള് തിരിച്ചു വന്നെങ്കിൽ എന്റെ കൈ കൊണ്ട് അവളുടെ മരണം ഉറപ്പാ.
വിടില്ല ഞാൻ അവളെ. രാമേട്ടാ, രാമേട്ടാ. എനിക്കെന്തോ തോന്നുന്നില്ലടി. അവള് സമ്മതിക്കുമായിരിക്കുമോ? അതൊക്കെ സമ്മതിക്കും അച്ഛമ്മേ. വൈദേഹി ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാം. ചേച്ചി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഈ വട്ടം ചേച്ചിയെ വലുതായിട്ടൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ലേ. നിന്റെ കുടുംബം നിനക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ ആരുടെ കാലും പിടിക്കും ഞാൻ. വാ. നിക്കവിടെ. എഴുന്നേക്ക്. എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ നാണം കെടുത്തിയത് മതിയായില്ലേ? കുടുംബത്തിന്റെ മാനം കളഞ്ഞിറങ്ങിപ്പോയിട്ട് ആരൊക്കെ മരിച്ചു, ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് പോകാൻ വന്നായിരിക്കും അല്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കു ദേവേട്ട. മിണ്ടരുത്. ഇനി ഒരക്ഷരം നിന്റെ വായിൽ നിന്നെങ്ങാനും വന്ന അടിച്ച് പല്ലു ഒഴിക്കും ഞാൻ. ദേവാ, എന്താ? അപ്പൊ നിങ്ങളാണ് ഇവക്ക് സപ്പോർട്ട് അല്ലേ? ഇവളുടെ തോന്നിവാസം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ അപമാനം, എന്റെ അമ്മയുടെ വിഷമം എല്ലാം നിങ്ങൾ മറന്നു അല്ലേ? അല്ല, ഏത് വകുപ്പിലാ പിന്നെ ഇവളെ പിടിച്ച് അകത്ത് കയറ്റിയത്? ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി ന്യൂസിൽ വരാൻ. മാത്രല്ല, എന്റെ അമ്മ എങ്ങാൻ ഇവളെ കണ്ടാ എന്താ സംഭവിക്കാന്ന് അറിയോ നിങ്ങൾക്ക്? കഷ്ണം കഷ്ണമായി മുറിക്കും ഞാൻ. എന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ മടിക്കില്ല. എനിക്കറിയാം മോനെ. സത്യത്തിൽ ഇവളെ കണ്ടപ്പോ എനിക്ക് കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞാലോ എന്ന് തോന്നിയതാ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചുമോളായി പോയില്ലേ. അതുപോലെ നിന്റെയും ഭാര്യയാന്ന് ഓർക്കണം. അറിയാതെ എന്തോ വിവരക്കേട് കാണിച്ചതാ. അവളോടങ്ങ് ക്ഷമിക്കും മോനെ. ഭാര്യയോ? ആരുടെ ഭാര്യ എന്നാ? ഭാര്യ എന്ന് പറഞ്ഞ എന്താണെന്ന് നമുക്കറിയോ? ജീവിതത്തില് സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കുവെക്കേണ്ടതാ. അല്ലാതെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ല. കൊച്ചുകുട്ടിയല്ലേ മോനെ. അറിയാതെ എന്തോ തെറ്റ് പറ്റിപ്പോയതാ. തെറ്റ് മനസ്സിലായതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്. തെറ്റ് മനസ്സിലാക്കിയെന്നോ? ഇവളോ? നാളത്തെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാ പോലും ഇവളെ തിരുത്താൻ ആർക്കും പറ്റില്ല. അല്ല ദേവേട്ട, ഞാൻ എന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി. എനിക്കിനി ഈ വീഡിയോയും സിനിമയും ഒന്നും തന്നെ വേണ്ട. ദേവേട്ടന്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ഒരു മൂലയ്ക്ക് ഞാൻ കിടന്നോളാം. ആ സ്വപ്നം ഇനി നിനക്ക് വേണ്ട. ഞങ്ങളുടെ ഈ വീടിന്റെ മാനം കളഞ്ഞ വ്യക്തിക്ക് പിന്നീട് ഒരിക്കലും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല.